ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി കേട്ടോ. ചെടി ബിസിനസ് എങ്ങൾക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെടി ബിസിനസ് ചെയ്ത് നിങ്ങൾക്ക് വിജയിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അസ്സലാമു അലൈക്കും, നമസ്കാരമുണ്ട് മക്കളെ. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ കിടക്കുന്നൊക്കെ അടുത്തം കണ്ടില്ലേ നിങ്ങൾ? നല്ല മഴയാണ് കേട്ടോ, പക്ഷെ ഇപ്പം നല്ല വെയിലാണ് കടോ, നല്ല വെയിലാണ്. പക്ഷെ മഴക്കാറുണ്ട് കേട്ടോ, ചെറുങ്ങനൊക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ടതാ ഇനിയിപ്പോൾ ചെടിച്ചട്ടിയിലൊക്കെ വെള്ളം നിറയും. നമ്മളെ ബോഗൺവില്ലൊക്കെ കണ്ടില്ലേ? ഇപ്രാവശ്യമോ ഈ ബോഗൺവില്ലൊക്കെ പൂക്കൾ കുറച്ച് മഴയത്തായിപ്പോയി കേട്ടോ. 2-3 തവണ പൂക്കൾ ഉണ്ടാക്കിയെങ്കിലും ഇത് നമ്മൾ ആ റൗണ്ട് ചെയ്ത് വെച്ച ബോഗൺവില്ലയാണ് കേട്ടോ. അപ്പോൾ അത് നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു, കുറേ കൊഴിഞ്ഞുപോയി. ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ? നല്ല ഭംഗിയില്ലേ കാണാൻ? നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ, നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും. പിന്നെ അതുകൊണ്ടതാ പിന്നെ നമ്മളെ ഷെഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. എനിക്കൊരു പണിക്കാരെ കിട്ടിയിക്ക്. അല്ലാഹു റബ്ബി, ഈ എൻ്റെ പണിക്കാരെന്ന് വെച്ചാൽ പിന്നെ ഇത് കണ്ടോ, കാലാക്കിയിട്ടോല് പോയി. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇതൊന്നാക്കി തന്നിനെങ്കിൽ എൻ്റെ ചെടി മുഴുവനും ഇതാ നിങ്ങളുണ്ടോ, ചെടി മുഴുവനും കിടക്കുന്ന മഴയത്ത അടീനും ചെടിയൊക്കെ ചീഞ്ഞു തുടങ്ങി. ആരോടാ സങ്കടം പറയുക മക്കളെ? കണ്ടോ നിങ്ങൾ? കണ്ടോ? എന്താ ചെയ്യുക? ഇങ്ങനൊക്കെയാണ് അവസ്ഥ. അതൊക്കെ കണ്ടിട്ട് തന്നെ സങ്കടമാണ്, എന്താക്കുന്നു ഓർമ്മയില്ല. അപ്പോൾ അതൊക്കെ നമ്മളെ പക്ഷേ ഈ ഒരു ചെടിയൊക്കെ അതൊക്കെ മഴയത്ത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ടില്ലേ ഇതിൻ്റെ ഒക്കെ ഒരു ഭംഗിയൊക്കെ കുറച്ച് ഇതൊക്കെ കാണിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ മഴ ഇല്ലാത്ത സമയത്ത് ഇറങ്ങിയതാണ് കേട്ടോ നമ്മൾ. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മൾ പരിപ്പൂവിൻ്റെ നമ്മൾ ഇപ്പോഴടുത്ത് കട്ട് ചെയ്തായിരുന്നു. ഓർക്കിഡൊക്കെ കിടപ്പ് കണ്ടില്ലേ? മഴയത്ത് കുറേ ചീഞ്ഞു, വെയിലത്ത് കുറേ ഉണങ്ങിപ്പോയി. ഒക്കെ ഒരവസ്ഥയിലാണ് കേട്ടോ. കാട് കയറി കിടക്കുന്നുണ്ട്. ഈ ഷെഡൊന്ന് പണി തീർത്ത് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാനും ഇനി ഈ പ്ലാസ്റ്റിക് വിരിക്കാനേ ഉള്ളൂ. മറ്റേ ആ ഷീറ്റില്ലേ അത് വിരിക്കാനേ ഉള്ളേനു. അതൊന്ന് ചെയ്ത് തന്നിനെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സെറ്റാക്കി ചെടികളൊക്കെ വെക്കാനും. 10 മണിയൊക്കെ കണ്ടോ, അടുത്ത കൊല്ലത്തേക്ക് 10 മണി ഉണ്ടാവുന്നെങ്കിൽ ഒരു ഉറപ്പുമില്ല. നിങ്ങൾ തന്നോലൊക്കെ നല്ലോണം ഉണ്ടാക്കുക. ഓരോ ഫീസെങ്കിൽ അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് അയച്ചു തരാം. ഓക്കെ? അപ്പോൾ അതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ അതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് പോയാൽ വെച്ചാൽ പിന്നെ കണ്ടോ, വഴുതിന എൻ്റെ ഇല മൊത്തം നല്ല ഡിസൈനിലാക്കി തന്നിക്ക് നമ്മളെ പുഴുക്കൾ. പുഴുവിനെ കാണാനില്ല, ഉണ്ടായിന് ഒരു ചെറിയ പുഴുക്കൾ ഉണ്ടായിരുന്നു. കുറേ ഞാൻ പോക്കി, കുറേ പിന്നെ അവിടെ ഇട്ട് അവർക്ക് മാണ്ടിയ ഡിസൈൻ ചെയ്തിട്ട് ബാക്കി നമുക്ക് കിട്ടല്ലോ എന്ന് വെച്ചാൽ. നല്ല ഡിസൈനുകളൊക്കെ അടിപൊളി, നല്ല വർക്കുകളൊക്കെ ഒന്നും പറയാനില്ല, അത്രയും ടോപ്പ് വർക്കാണ് ചെയ്തെന്ന്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ പിന്നെ നമ്മളെ മാൻഡവില്ലകളാണ് ഈ ഒരു അവസ്ഥ. കുഴപ്പമില്ല കേട്ടോ, പുല്ലൊക്കെ നല്ലോണം നിറയുന്നുണ്ട്, എന്നാലും നല്ല ഉഷാറിൽ തന്നെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാൽ നമ്മളെ ഓർക്കിഡുകളൊക്കെ ഇപ്പം ചെയ്യുന്നു കണ്ടോ, പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ഗ്രൗണ്ട് ഓർക്കിഡുകളാണ്. നമ്മൾ ഇപ്പോൾ അടുത്ത ദിവസം വീഡിയോ ചെയ്തിനു. അപ്പോൾ ഇതൊക്കെ പോകുന്നതിൻ്റെ മുന്നേ ചങ്ങായി ഒന്ന് വന്ന് റെഡിയാക്കി തന്നാൽ നമ്മൾ ആഗ്രഹിച്ചു പോവുക. ആഗ്രഹങ്ങളല്ലേ നടക്കേക്കും. അപ്പോൾ അടുത്ത മഴ വരുന്നുണ്ട്, അതിൻ്റെ മുന്നേ നമുക്ക് പൊരിൻ്റെ ഉള്ളിൽ കയറാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്. പിന്നെ അതുകൊണ്ടുണ്ടല്ലോ സംശയങ്ങൾ ചോദിച്ചു കേട്ടോ ചില ആൾക്കാർ. എന്തെന്നറിയോ, ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ചെടി ഉണ്ടാക്കുകയാണെങ്കിൽ ലൈസൻസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പഞ്ചായത്തിൻ്റെ ഇതിലോ ഇനി അല്ലാണ്ടോ എന്തെങ്കിലും വേണോയെന്ന് ചോദിച്ച് മെസ്സേജൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ച് പറഞ്ഞു തന്നാൽ അങ്ങനെ ഇനി ആർക്കെങ്കിലും വേറെയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തീർക്കാലോ. ഇനി അവിടെ പോയിനു വലിയ മഴ വരുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ വേണ്ടിയത്.
അല്ലാണ്ട് നമുക്ക് അതൊന്നും വേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിൽ നമ്മളെ പുരൻ്റെ മുറ്റത്തല്ലേ, ഹോം ഗാർഡനാണ്, അതിന് നമുക്ക് ലൈസൻസോ പേപ്പറോ കാര്യങ്ങളൊന്നും റെഡിയാക്കേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്ത് ചെടികളൊക്കെ സെയിൽ ചെയ്തോളൂ കേട്ടോ. നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗം കിട്ടുന്നത് നിങ്ങൾ നോക്കിക്കോളി. അതിന് ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല. ഫുഡിൻ്റെ കാര്യങ്ങൾ ബാക്കി വേറെ എന്താ പറയുക, അങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഒരു കാര്യം പറയാനുള്ളത്. അപ്പോൾ ചെയ്യുന്നവർക്കൊക്കെ ചെയ്യുക. പക്ഷേ ഇനിയിപ്പം മഴയായിട്ടോ. പിന്നെ അതുകൊണ്ട് കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നിങ്ങൾക്ക് ഷെഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം ചെയ്താൽ പിന്നെ അതിന് ആദ്യം കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നിങ്ങൾക്ക് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും. അതാണ് ചെടി നമുക്ക് പുരൻ്റെ മുറ്റത്തൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ മഴക്കാലത്ത് അത് എന്താ പറയുക സംരക്ഷിക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി കാര്യങ്ങൾക്കൊക്കെ ഷെഡ് കാര്യങ്ങളൊക്കെ കിട്ടും. അത് നിങ്ങൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതെങ്ങനെ സെയിൽ ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി അറിയണമെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം. നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, മഴക്കാലാണല്ലേ, ചെറിയ മക്കളൊക്കെ പുരയുള്ളവരാണെങ്കിൽ അന്ന് ശ്രദ്ധിക്കുക. തൊട്ടടുത്ത് വെള്ളം കെട്ടിക്കുന്ന കുഴികളും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കട്ടോ. എന്താ വെച്ചാൽ പറഞ്ഞ പോലെ ഞങ്ങളെ നാട്ടിൽ ഇതിൻ്റെ മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു ഉമ്മക്കും വാപ്പക്കും 2 ചെറിയ മക്കളാണ്, എന്തോ 3ലും 4ലൊക്കെ പഠിക്കുന്ന 2 മക്കളാണ്. ഈ 2 മക്കൾ കൂടിയും അടുത്ത വീട്ടിലേക്ക് പോയതാണ്. അപ്പോൾ തൊട്ടടുത്ത ഒരു പുതിയ വീടുണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കക്കൂസും കുഴി കുഴിച്ച് വെച്ചിട്ട് അതിൽ വീണ മക്കൾ മരിച്ചുപോയി. അപ്പോൾ അങ്ങനെയൊക്കെ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ ഈ മഴ പെയ്ത് വെള്ളമൊക്കെ ആയാൽ അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണല്ലോ നമ്മൾ ന്യൂസുകളിലൊക്കെ കേൾക്കുക. ഇനിയിപ്പോൾ അതൊക്കെ ആണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക, മക്കളെയൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ചെടികളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോഴത്തെ മഴ ഇങ്ങനെ കൊള്ളുമ്പൊക്കെ ചീഞ്ഞു. അപ്പോൾ വീടിൻ്റെ സൈഡിലേക്ക് ഒക്കെ മാറ്റി കൊടുക്കുക. എന്നാലേ നമുക്ക് അടുത്ത കൊല്ലം പിന്നെ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. 10 മണിയൊക്കെ വാങ്ങിയ ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാറ്റി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.